ജിറ്റീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ കുറെ പേര് എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജിറ്റി ജോസഫ്. കറന്റ് ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കാരണം എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണ്. എൻ്റെ നാട് വന്നിട്ട് കേരളത്തിലെ ആലപ്പുഴ എന്ന് പറഞ്ഞ ജില്ലയിലാണ്. ആക്ച്വലി ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുവാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് വൈറ്റമിൻ സി സെറത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കോമൺ സെറമാണ് വൈറ്റമിൻ സി സെറം. അപ്പം പലപ്പോഴും പലർക്കും അറിയത്തില്ല, ഇതിൻ്റെ യൂസസും ബെനിഫിറ്റ്സും ഒന്നും അറിയത്തില്ല. അപ്പം അതേപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം വൈറ്റമിൻ സി സെറം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാൻ, സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ആക്കാൻ, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഒക്കെ റെഡ്യൂസ് ആക്കാൻ, അതേപോലെ സൺ ടാൻ ഒക്കെ അടിച്ചിട്ടുള്ള ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ സി സെറം. പക്ഷെ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി സെറം അപ്ലൈ ആക്കാൻ പാടില്ല. കാരണം പിമ്പിൾസ് ഉള്ള ടൈമിൽ ഈ ഒരു വൈറ്റമിൻ സി സെറം നിങ്ങൾ യൂസ് ആക്കുവാണെങ്കിൽ സ്കിൻ ബാരിയേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ വൈറ്റമിൻ സി സെറം ഏത് ടൈമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ? വൈറ്റമിൻ സി സെറം മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ നൈറ്റിനെക്കാട്ടിലും. ഈ ഒരു വൈറ്റമിൻ സി സെറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഇവത്തിന്ന് ഒരു 2 to 3 ഡ്രോപ്പ് എടുത്ത് ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആയതിനു ശേഷം നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ആക്കാൻ മറക്കരുത്. ഇത് റെഗുലർ ആയിട്ട് ഒരു 4 to 5 months നിങ്ങൾ യൂസ് ആക്കുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്നതായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നതും കാണാൻ പറ്റും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറേ പേര് വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വൈറ്റമിൻ സി സെറത്തിന് ഇതേപോലെ യെല്ലോയിഷ് കളർ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഉപയോഗിച്ച് സ്കിന്നിൽ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇത് കൂടുതലായിട്ട് ഓക്സിഡൈസ് ആവുമ്പോഴാണ് ഈ ഒരു വൈറ്റമിൻ സി സെറം ഈ ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു വൈറ്റമിൻ സി സെറം എങ്ങനെയാണ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുക? ഇതേപോലെ ഓക്സിഡൈസ്ഡ് ആവാത്ത രീതിയിൽ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുക? അതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ടിപ്പ്, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിൽ ഈ ഒരു വൈറ്റമിൻ സി സെറം കൊണ്ട് വെക്കാൻ പാടില്ല. സെക്കൻഡ് വൺ, നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വൈറ്റമിൻ സി സെറം സൂക്ഷിച്ചു വെക്കാം, ഫ്രീസറിലല്ല കേട്ടോ. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് വൈറ്റമിൻ സി സെറം സൂക്ഷിക്കാം. പിന്നെ ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ഓപ്പൺ ആയിട്ട് വൈറ്റമിൻ സി സെറം നിങ്ങൾക്ക് ഇരിക്കുവാണെങ്കിൽ അത് ജസ്റ്റ് ആ ഒരു ടേബിളിലെ ഡ്രോയറിലൊക്കെ വെച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഫിഫ്ത്ത് വൺ, ബാത്റൂമിലൊന്നും വൈറ്റമിൻ സി സെറം കൊണ്ടുവെക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറം ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല വൈറ്റമിൻ സി സെറം ബ്രാൻഡ് ഏതൊക്കെയാണ്? അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡ്സ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റിന്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. ഡെർമാക്കോ ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. മിനിമലിസ്റ്റ് ബ്രാൻഡിന്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. ഗാർണിയറിന്റെ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് വൺ. ഈ വൈറ്റമിൻ സി സെറം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? യെസ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു വൈറ്റമിൻ സി സെറം അപ്ലൈ ആക്കാൻ പറ്റും. പക്ഷേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി സെറം ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് സെറം യൂസ് ആക്കാം. പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ഈ വൈറ്റമിൻ സി സെറത്തിന്റെ എല്ലാ പാർട്ടും ഞാൻ കവർ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ജിറ്റൂസ് വേൾഡ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്കണം. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.